കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഒരു സ്റ്റഡി വ്ളോഗ് ഉണ്ടാക്കണം എന്നുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ പണ്ടത്തെ സ്റ്റഡി റുട്ടീനൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു 5 മണിക്കാണ് സാധാരണ എണീക്കാറുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ റേസിൻ്റെ ഹോസ്റ്റലിൽ ബെല്ലടിച്ചിട്ട് കേൾക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും 5 മണിക്ക് എന്നെ വിളിക്കലാണ്. ഈ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം വേഗം പോയിട്ട് പൊതുവെടുത്ത് നിസ്കരിക്കും. പിന്നെ ഒരു ചെറിയ കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ബിസ്ക്കറ്റ് നേരത്തെ വാങ്ങി വെക്കിരുന്നു. ഇത് കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റഡി ഹാളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി ടേബിളിലേക്ക് ഒരു 5:30 ആകുമ്പോഴേക്ക് എത്താൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ എന്താണോ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇന്ന് എന്താണോ പഠിക്കാൻ പോകുന്നത്, അത് ഷെഡ്യൂൾ ചെയ്യലാണ്. അതൊന്ന് കറക്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പണി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത് ഒരു ടു ഡു ലിസ്റ്റ് ഇടുക. ഞാനിപ്പോൾ രാവിലെ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു ടു ഡു ലിസ്റ്റ് ഇടുകയാണ്. ഒരു 5:30 to 6 PM എന്നുള്ളത് ഞാൻ റിവിഷന് ടൈം കൊടുത്തു. പിന്നെ ഒരു ഫിസിക്സാണ്, എനിക്ക് ഫിസിക്സ് ആയിരുന്നു ടഫ്, അപ്പോൾ ഫിസിക്സിന് കൂടുതൽ സമയം കൊടുത്തു. പിന്നെ കെമിസ്ട്രി, ബയോളജി എന്നുള്ളതിനനുസരിച്ചിട്ട് അങ്ങനെ സമയം കൊടുത്തു ഷെഡ്യൂൾ ചെയ്ത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാം. ഇതിൻ്റെ ഓൾറെഡി ഞാനൊരു പ്ലാനർ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് ഫിസിക്സിലാണ് പൊതുവേ നല്ല മാർക്ക് കുറവുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആ ഫ്രഷിലെ ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഫിസിക്സ് രാവിലെ പഠിക്കാറുണ്ടായിരുന്നു. ഫിസിക്സ് ഫസ്റ്റ് ഒരു ടോപ്പിക്ക് പഠിക്കും. അത് വീഡിയോ കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ബുക്സ് ഗൈഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിക്കൽ. എന്നിട്ട് അതിലെ നോട്ട്സ് എഴുതിയെടുക്കും. ഷോർട്ട് നോട്ട്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം എഴുതിയെടുക്കും. എന്നിട്ട് അതിൽ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഷോർട്ട് നോട്ട്സിലേക്ക് മാറ്റി എഴുതിയെടുത്തതിന് ശേഷം അത് വീണ്ടും റിവൈസ് ചെയ്യുകയാണ് ചെയ്യാറ്. ആ രാവിലെ തന്നെ പഠിക്കുന്ന സമയത്ത് ഫിസിക്സിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചത് നമുക്ക് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ടോപ്പിക് ഒന്നും കൂടെ നമ്മൾ നോക്കണം എന്നുള്ളത്. അങ്ങനെ MCQ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ കുഞ്ഞ് OMR ഷീറ്റ് എനിക്ക് ഇറേസ് തന്നതായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു ബുക്കൊക്കെ പോലെ ആക്കാം. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ തന്നെ OMR ഷീറ്റിൽ തന്നെ നമ്മൾ ബബിൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് വന്നത് എത്രയാണ്, ഇൻകറക്റ്റ് വന്നതൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അങ്ങനെ 6 o'clock മുതൽ 7:30 വരെയുള്ള സമയം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ്ലി ഫിസിക്സിന് കൊടുത്തു. പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ എഴുതി വെച്ച ഷെഡ്യൂൾ ക്രോസ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ് കേട്ടോ. 7:30 to 8 ഞാൻ യൂഷ്വലി ബ്രേക്ക് എടുക്കലാണ്. കാരണം 8 o'clock മുതൽ 4 മണി വരെ ക്ലാസ് ഉണ്ട്. അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ സെൽഫ് സ്റ്റഡി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ വീഡിയോസ് ഒക്കെ കാണാം. അല്ലെങ്കിൽ ആ സമയം നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ലൈക്ക് 2 to 5 ആണ് നമുക്ക് സാധാരണ എക്സാം എടുക്കാറ്. ഒരു 4 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങിയൊക്കെ കേട്ടോ. വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കംപ്ലീറ്റ്ലി ടെൻഷൻ അടിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വീടിന് മുറ്റത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലൊക്കെ ആടും. അല്ലെങ്കിൽ ഒന്ന് മുറ്റത്ത് കൂടെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, കുറച്ച് വെയിലൊക്കെ കിട്ടിക്കോട്ടെ എന്നുള്ളത്. ഹോസ്റ്റലാവുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ഹോസ്റ്റലാവുന്ന സമയത്ത് വൈകുന്നേരം കുറച്ച് ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കാൻ പോകും. ഫ്രണ്ട്സിനോട് ചായ കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറയും. അപ്പോൾ ഒരു 4 to 6 എന്നുള്ള ആ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് എടുക്കലാണ് കൂടുതൽ. കുളിക്കാനുണ്ടെങ്കിൽ കുളിക്കും, അല്ലെങ്കിൽ ലോണ്ടറി ഉണ്ടെങ്കിൽ അത് ചെയ്യും. ആ ഒരു സമയം കുറച്ച് റിലാക്സ് ടൈം ആയിട്ടാണ് ഞാൻ കൂട്ടൽ. ഇതിപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ കുഴിച്ചിട്ട ചെടികളാട്ടോ. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ വെച്ച്, ലൈക്ക് നമുക്ക് വീട്ടിലാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. പിന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തു, അത് കഴിക്കലൊക്കെയാണ്. ഭയങ്കര ഹെൽത്തി ഒന്നുമില്ല, പക്ഷെ നമ്മൾ ആ അത്രയും നേരം നമ്മൾ പഠിച്ചതിന് നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെയാണ് ഈ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭാഗ്യമുള്ളൊരു ത്രില്ല് ഫുഡ് കഴിക്കലാണ്. അധികം പുറത്തൊന്നും പോകാത്തതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് സ്വന്തം ഒരു സാറ്റിസ്ഫാക്ഷനിൽ ഇരിക്കലാണ് മെയിനായിട്ട് പണി. എന്നോട് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, നീറ്റിൻ്റെ സമയത്ത് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മൂവീസൊക്കെ കാണലുണ്ടായിരുന്നു എന്നുള്ളത്. വെക്കേഷന് വീട്ടിൽ വരുന്ന സമയത്താണ് ഞാൻ മൂവി കൂടുതലായിട്ട് കാണുന്നത്. ആ സമയത്ത് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ട് മൂവീസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്, ഹോസ്റ്റലിൽ ഫോണല്ല അവിടെ ഇരുന്നില്ല, അതുകൊണ്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായില്ല. സോ കമ്മിങ് ബാക്ക് ടു അവർ പഠിത്തം. അപ്പോൾ 6 മണി മുതൽ പിന്നെ ഞാൻ പ്രിഫറൻസ് കൊടുത്തിരുന്നത് ബയോളജിക്ക്. കാരണം ബയോളജി എനിക്ക് ഇഷ്ടമാണ് പഠിക്കാൻ. പക്ഷെ ചില ദിവസം ബയോളജി പഠിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മറന്നും പോവും. എക്സാം എഴുതുന്ന സമയത്ത് കൺഫ്യൂഷൻ അടിക്കും. അതുകൊണ്ട് ബയോളജി തിയറി വായിക്കൽ മാത്രമല്ല, NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കും വേണം. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ മെയിനായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഞാനിങ്ങനെ കുഞ്ഞ് സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് അതിങ്ങനെ ഒട്ടിച്ച് വെക്കല കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ. അങ്ങനെ ബയോളജിയിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ എനിക്ക് MCQ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു ആപ്പാണ് മെമോനീറ്റ്. മെമോനീറ്റ് പറഞ്ഞ ആപ്പിൽ കുറേ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഈ സബ്ജക്റ്റ് വൈസ്, യൂണിറ്റ് വൈസ്, ചാപ്റ്റർ വൈസ് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് അവർ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞ നീറ്റിനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഇവരുടെ ടെസ്റ്റ് സീരീസിൽ നിന്ന് വന്നിട്ടുണ്ട്.
പിന്നെ ഒരു ടെസ്റ്റ് സീരീസ് എഴുതി കഴിഞ്ഞാൽ അതിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റായി ഇനി അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ കറക്റ്റ് ഇങ്ങനെ വരും. പിന്നെ നമ്മൾ ഈ ഒരു കാലത്ത് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും ടാബൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ടാബ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഓൺലൈൻ പഠനത്തിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഫ്രീ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതും യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്, പിന്നെ NCERT ലൈൻ ബൈ ലൈൻ NCERT നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്, NCERT നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ലൈനിൽ നിന്നാന്ന് വന്നാൽ അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ ഓൺഗോയിങ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അതിൻ്റെ സൊല്യൂഷൻസും ഡൗൺലോഡ് ചെയ്യാം, കൂടെ OMR ഷീറ്റും ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇവർ ഈ ആപ്പിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള റിവിഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് കറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും, ഓക്കെ ഇത് നീറ്റിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, നീറ്റിന് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്, ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ മനസ്സിലാവും. ഇതിൽ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്, വേറെ PDF ആക്കിയിട്ട് അതിൻ്റെ കൂടെ OMR ഷീറ്റ് പോലെ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കൊടുത്തിട്ടുണ്ട്. ഈ മാർക്ക് കയറുന്നില്ല എന്ന് പറയുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. കുറേ ലെക്ചേഴ്സ് കാണുന്നുണ്ട്, നോട്ട്സ് എഴുതുന്നുണ്ട്, റിവിഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇതൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസിനൊക്കെ ബുക്ക് വാങ്ങിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ റിസോഴ്സസ് ഒക്കെ എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ളൊരു സൊല്യൂഷനാണ് മെമോ നീറ്റ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനും ആപ്പ് സ്റ്റോറിനും ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോന്ന് പർച്ചേസ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ രാവിലെ ഷെഡ്യൂൾ ഇട്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ, ക്രോസ് ഔട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി ലാസ്റ്റ് കെമിസ്ട്രിയും കൂടി എനിക്ക് ബാക്കിയുള്ളൂ. മുന്നിൽ ഒരു കലണ്ടർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കലണ്ടർ മെയിൻ കാര്യം എന്താ വെച്ചാൽ നീറ്റ് എക്സാമിനൊക്കെ എത്ര ദിവസം ബാക്കിയുണ്ട് എന്നുള്ളത് എണ്ണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് ഈ ന്യൂസ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ. വളരെ ചീപ്പായിട്ടുള്ള സാധനമാണ്, പക്ഷെ അതിൻ്റെ വാല്യൂ ഭയങ്കര വലുതാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ഫോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബുക്ക് പോലെ സ്റ്റേപ്പിൾ അടിച്ചിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഏത് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും ഈ ന്യൂസ് പ്രിന്റിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. ന്യൂസ് പ്രിന്റിൽ എത്ര വേണമെങ്കിലും നിങ്ങൾ ഇക്വേഷൻസ് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഞാനിപ്പോൾ റിവിഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും രാവിലെയൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഷോർട്ട് നോട്ട്സ് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവല്ലോ, അത് ന്യൂസ് പ്രിന്റിലേക്ക് വീണ്ടും കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ എഴുതി പഠിക്കും. ഇക്വേഷൻസ് ഒക്കെ എഴുതി പഠിക്കും. എനിക്ക് ഓർഗാനിക്കിനേക്കാളും ടഫായി തോന്നിയത് ഇൻഓർഗാനിക് ആട്ടോ. എനിക്ക് P ബ്ലോക്ക് D ബ്ലോക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ വളരെ ടഫായിട്ട് തോന്നി. കാരണം അതിൽ കുറേ എക്സെപ്ഷൻ കേസസ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, പിന്നെ ഓരോ റിയാക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ ഞാൻ വീണ്ടും എഴുതി പഠിക്കലായിരുന്നു. ഓരോ കോഡ് ഉണ്ടാക്കി, ഞാൻ സ്വന്തം ഓരോ കോഡ് ഉണ്ടാക്കി വെക്കലായിരുന്നു പീരിയോഡിക് ടേബിളിനൊക്കെ വേണ്ടിയിട്ട്. എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കോഡാണ്. അപ്പം എനിക്ക് എക്സാം ഹാളിൽ നിന്ന് എനിക്ക് വേഗം ഓർമ്മ വരും. അല്ലാതെ നമ്മളൊരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ സാധാരണ എന്താ സമയം കോഡ് നമുക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷെ അത് എന്തിൻ്റെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. എൻ്റെ റിപ്പീറ്റിൻ്റെ സമയത്ത് ഞാൻ ഉണ്ടാക്കിയൊരു ഹാബിറ്റാണ്, എന്ത് പഠിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ചെറിയൊരു ടോപ്പിക്ക് പഠിച്ചാൽ പോലും അതിന് ഞാനൊരു 50 ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ ഒരു ടോപ്പിക്കിന് 50 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ചാപ്റ്ററിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യും. ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് എൻ്റെ മാർക്ക് ശരിക്കും ഇമ്പ്രൂവ് ആകാൻ തുടങ്ങിയത്. നമ്മൾ സാധാരണ കാണാതെ പഠിച്ചിട്ട് നമുക്കൊരു പക്ഷേ ബോർഡ് എക്സാം ഒക്കെ എഴുതാൻ പറ്റാൽ മതി. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒരു ടൈം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതിന് ഞാൻ എന്ത് ചെയ്യും, 45 മിനിറ്റ്സ് വെക്കും, ഒരു 45 ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്നുള്ള നിലക്കാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ 45 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എത്രണ്ണം ശരിയായി എത്രണ്ണം തെറ്റായി ഓരോ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻസ് നോക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ടൈം സേവ് ചെയ്യാം, ലൈക്ക് നമ്മൾ ആ ടൈം മാനേജ്മെൻറ്റ് റെഡി ആവും. പിന്നെ ഓരോ സൊല്യൂഷൻസ് നമ്മളുടേതായ മെത്തേഡിൽ നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ അല്ലാതെ പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടൂല. അപ്പോൾ ലാസ്റ്റ് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3ഉം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സമാധാനത്തോടെ ഇന്ന് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. ഞാൻ 5 o'clock എണീറ്റത്. 11 ആകുമ്പോഴേക്ക് ഞാൻ ഉറങ്ങാനുള്ളൊരു ഏർപ്പാട്ടിലേക്ക് എത്തും. 11 ആകുമ്പോൾ കറക്റ്റ് എല്ലാ ദിവസവും ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആ ക്ലോക്ക് സെറ്റാവും. ഒരു വീക്കിനുള്ളിൽ നമുക്ക് 5 o'clock വീണ്ടും എണീക്കാൻ പറ്റും. ഈവൻ അലാറം അടിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എണീക്കും. ചെറിയൊരു വീഡിയോ ആണ്, എങ്ങനെയാണ് ഞാൻ പണ്ട് പഠിച്ചിരുന്നുള്ളൊരു വീഡിയോ ആണ്. ഇനിയും കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് നീറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.